+1 ഫിസിക്സ് ഏഴാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എന്താണ് ഒരു റിജിഡ് ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. എ റിജിഡ് ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഇഫ് ബോത്ത് ഇറ്റ്സ് ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലാർ മൊമെന്റം ആർ നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. ലീനിയർ മൊമെന്റവും ആംഗുലാർ മൊമെന്റവും സമയത്തിനനുസരിച്ച് ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ ആ റിജിഡ് ബോഡിയുടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം സാധ്യമാക്കി തരുന്നത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയമോ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയമോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതോ ആകാം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. എ വെക്റ്റർ സം ഓഫ് ദി ഫോഴ്സസ് on the rigid body is zero. The linear momentum is conserved. ഇതാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. The vector sum of the torques on the rigid body is zero. Then the angular momentum is conserved. ഇതാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. ഇനി പാർഷ്യൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. When two parallel forces both equal in magnitude are applied perpendicular to a light rod, the system will be in rotational equilibrium but not in translational equilibrium. The figure is shown. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചെറിയ റോഡിലേക്ക് നാം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു വടിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ട് ഭാഗത്തും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ അളവിൽ നാം ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിന് ഒരിക്കലും പിന്നീട് കറങ്ങുവാൻ സാധിക്കില്ല. പക്ഷേ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നാം ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. ട്രാൻസ്ലേഷനിലായി ആ വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഈ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല ഉള്ളത്. അതിനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. വെൻ two forces are applied perpendicular in two opposite direction, the body is in translational equilibrium but not in rotational equilibrium. Couple. A pair of equal and opposite forces with different lines of action is known as a couple. A couple produces rotation without translation. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കപ്പിൾ ഒരു റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ട്രാൻസ്ലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വെൻ വി ഓപ്പൺ ദ ലിഡ് ഓഫ് ദി ബോട്ടിൽ ബൈ ടേണിങ് ഇറ്റ്, അവർ ഫിംഗേഴ്സ് ആർ അപ്ലൈയിങ് എ കപ്പിൾ ടു ദ ലിഡ്. ഒരു പാത്രത്തിൻ്റെ വൃത്താകൃതിയിലുള്ള അടപ്പ് തുറക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നാം നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് അതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ അടപ്പിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. അപ്പോൾ ഇതിനെ കപ്പിളിന് ഒരു ഉദാഹരണമായി എടുക്കാവുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. എ ലിവർ ഈസ് എ ലൈറ്റ് റോഡ് pivoted at a point along its length. A seesaw on the children's playground is a typical example of a lever. In this, the anti-clockwise moments positive, the clockwise moments negative. In the case of the
lever force F1 is usually some weight to be lifted. It is called the load, and its distance from the fulcrum D1 is called the load arm. A lever is a light rod pivoted at a point along its length, as shown in figure. For a lever at equilibrium, the moment on the left is equal to the moment on the right. Therefore, the load arm into load is equal to effort arm into effort. That is, D1 F1 is equal to D2 F2 as shown in figure. This is the principle of moments for a lever. Center of gravity. Center of gravity of a body is the point where the total gravitational torque on the body is 0. If acceleration due to gravity is same at all parts of the body, its center of gravity coincides with the center of mass. If G varies, center of gravity and center of mass are different. Moment of inertia. Moment of inertia is the rotational analog of mass of the body. ലീനിയർ മോഷനിൽ നാം മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഗിവൺ ബൈ I is equal to sigma I is equal to 1 to n mi ri square. It is independent of the magnitude of the angular velocity. It is regarded as a measure of rotational inertia of the body. Its unit is kilogram meter square. The moment of inertia of a rigid body depends on the mass of the body, its shape and size, the distribution of mass about the axis of rotation, the position and orientation of the axis of rotation. Rotational kinetic energy. Kinetic energy linear motionil നാം പഠിച്ചതാണ്. റൊട്ടേഷണൽ മോഷനിലെ കൈനറ്റിക് എനർജി എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ദ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. വി ഹാവ് ദ കൈനറ്റിക് എനർജി ഇക്വേഷൻ കെ ഐ ഇസ് ഈക്വൽ ടു ഹാഫ് MIVI സ്ക്വയർ. ഇത് നമ്മുടെ ലീനിയർ മോഷനിൽ നാം പഠിച്ച ഇക്വേഷനാണ്. ഇവിടെ ഈ ഇക്വേഷനെ റൊട്ടേഷൻ അലോഗായി മാറ്റുമ്പോൾ വെലോസിറ്റിയെ നാം ആംഗുലാർ വെലോസിറ്റിയായി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. ദ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ VI is equal to RI omega. ഇത് നാം മുൻപിലുള്ള ക്ലാസ്സിൽ കണ്ട റിലേഷനാണ്. Thus, for a system of particles, K is equal to half into sigma I is equal to 1 to n mi Ri square omega square. Generally, K is equal to half I omega square, where omega is the angular velocity, I is the moment of inertia, or K is equal to L square divided by 2I, where L is the angular momentum. വിവിധ വസ്തുക്കളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അവയുടെ റൊട്ടേഷണൽ ആക്സിസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ടേബിളുകളായി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. കൃത്യമായി തന്നെ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ടേബിൾ നോക്കി മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വിവിധ വസ്തുക്കളുടെ വിവിധ ആക്സിസുകളിലുള്ള വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ.
In general, moment of inertia can be written as I is equal to mk square. Here, the length k is a geometric property of the body and axis of rotation. It is called the radius of gyration. The radius of gyration k is equal to square root of I divided by m. The radius of gyration of a body about an axis may be defined as the distance from the axis of a mass point whose mass is equal to the mass of the whole body and whose moment of inertia is equal to the moment of inertia of the body about the axis. നാം പഠിക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പ്രാക്ടിക്കൽ യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രാക്ടിക്കൽ യൂസസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. The machines such as a steam engine and the automobile engine etc. that produces rotational motion have a disc with a large moment of inertia called a flywheel. Because of its large moment of inertia, the flywheel resists the sudden increase or decrease of the speed of the vehicle. It allows a gradual change in the speed and prevents jerky motions, thereby ensuring a smooth ride for the passengers on the vehicle. System of particles and rotational motion. ഈ ചാപ്റ്ററിലെ രണ്ടാം ഭാഗമാണ് നാം ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമസ്കാരം.